വിരമിച്ചതിനു ശേഷവും മുൻ DGP ജേക്കബ് തോമസിനെ വേട്ടയാടുന്നത് തുടർന്ന് സംസ്ഥാന സർക്കാർ. വിരമിക്കൽ ആനുകൂല്യങ്ങൾ ഇതുവരെ നൽകിയിട്ടില്ല. ആനുകൂല്യങ്ങൾ നൽകണമെന്നാവശ്യപ്പെട്ട് ജേക്കബ് തോമസ് ചീഫ് സെക്രട്ടറിക്ക് വീണ്ടും കത്ത് നൽകി. ജനം ബ്രേക്കിംഗ്. ഓഖി ചുഴലിക്കാറ്റുമായി ബന്ധപ്പെട്ട രക്ഷാപ്രവർത്തനങ്ങളിലെ വീഴ്ചകൾ എണ്ണി പറഞ്ഞതോടെയാണ് DGP ആയിരുന്ന ജേക്കബ് തോമസിനെ സർക്കാർ ആദ്യം സസ്പെൻഡ് ചെയ്യുന്നത്. പുസ്തകത്തിലൂടെ സർക്കാരിനെ വിമർശിച്ചുവെന്ന പേരിൽ 6 മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും സസ്പെൻഷൻ. ജേക്കബ് തോമസ് തുറമുഖ വകുപ്പ് ഡയറക്ടറായിരിക്കെ ഡ്രഡ്ജർ വാങ്ങിയതിലെ അഴിമതിയുടെ പേരിലായിരുന്നു മൂന്നാമത്തെ സസ്പെൻഷൻ. മുഖ്യമന്ത്രിയെ വിമർശിച്ചുവെന്ന ഒറ്റ കാരണത്തിന് മാസങ്ങളോളമാണ് സംസ്ഥാനത്തെ തന്നെ മുതിർന്ന IPS ഉദ്യോഗസ്ഥനായ ജേക്കബ് തോമസിന് പുറത്തു നിൽക്കേണ്ടി വന്നത്. തിരിച്ചെടുക്കണമെന്ന് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ വിധിച്ചെങ്കിലും ആദ്യം സർക്കാർ അനുസരിച്ചിരുന്നില്ല. പിന്നീട് തിരിച്ചടി ഭയന്ന് നിയമനം നൽകിയപ്പോഴും വേട്ടയാടൽ തുടർന്നു. സംസ്ഥാനത്തെ ഏറ്റവും മികച്ച IPS ഉദ്യോഗസ്ഥരിൽ ഒരാളായിരുന്ന ജേക്കബ് തോമസിനെ ഷൊർണൂരിലെ മെറ്റൽ ഇൻഡസ്ട്രീസ് ചെയർമാനായാണ് നിയമിച്ചത്. പൂർണ്ണമായും നഷ്ടത്തിലായിരുന്ന സ്ഥാപനത്തിൽ നിയമിച്ചതോടെ ശമ്പളവും മുടങ്ങി. ഇതോടെ ഓഫീസ് മുറിയിൽ തന്നെ കിടന്നുറങ്ങേണ്ട അവസ്ഥയും അദ്ദേഹത്തിനുണ്ടായി. ഈ രീതിയിൽ തുടർച്ചയായി വേട്ടയാടിയ ശേഷമാണ് വിരമിക്കൽ ആനുകൂല്യങ്ങളും തടഞ്ഞു വെച്ചിരിക്കുന്നത്. വിരമിച്ച് 5 വർഷമാകാറായിട്ടും ഇതുവരെ ആനുകൂല്യങ്ങൾ നൽകിയിട്ടില്ല. വിരമിക്കൽ ആനുകൂല്യങ്ങൾ നൽകുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ട് തടഞ്ഞതായാണ് സൂചന. ആനുകൂല്യങ്ങൾ നൽകണമെന്നാവശ്യപ്പെട്ട് വീണ്ടും ചീഫ് സെക്രട്ടറിക്ക് കത്ത് നൽകിയിരിക്കുകയാണ് ജേക്കബ് തോമസ്. ജേക്കബ് തോമസ് നേരിടുന്ന ദുരനുഭവത്തിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് മിക്ക IAS IPS ഉദ്യോഗസ്ഥരും കേരളം വിടുന്നത്. പ്രജിത് മോഹനൻ, ജനം, തിരുവനന്തപുരം.